വനദുർഗയും മഹാദേവനും പ്രസാദിച്ചിരിക്കുന്നു. സർവഗുണ സമ്പന്നനായ ഒരു ഉണ്ണി നിങ്ങൾക്ക് ജനിക്കും. ആ ഉണ്ണിയുമായി നിങ്ങളിവിടെ വീണ്ടും വരണം. ഭഗവാന്റെ അനുഗ്രഹം അവനും ഉണ്ടാകട്ടെ. ശരി തിരുമേനി. സർവഗുണസമ്പന്നനായ ഉണ്ണി ഉണ്ടാവും പോലും. ആദ്യം ഇവള് ഗർഭിണിയാവട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കും. കുട്ടി വിഷമിക്കണ്ട, നിരാശപ്പെടുകയും വേണ്ട. അടുത്ത തവണ ഒരിക്കൽ കൂടി ശ്രമിച്ചാൽ കുട്ടിക്കും ഈ സൗഭാഗ്യം ലഭിക്കും. അതിന് ഇനി 5 വർഷം കൂടെ കാത്തിരിക്കണ്ടേ? വേണം. ഇനി 5 വർഷം കഴിഞ്ഞ് മാത്രമേ ഇവിടെ ഇതുപോലൊരു പൂജയുള്ളൂ. കുട്ടിയുടെ മനസ്സിലെന്തോ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് ഇത്തവണ കുട്ടിക്കത് ചെയ്യാൻ പറ്റാതെ പോയത്. പിന്നെ അതെല്ലാം മാറ്റിവെച്ച് അടുത്ത തവണ പൂർണ്ണ ഭക്തിയോടെ വന്നാൽ കുട്ടിയെയും ഭഗവാൻ അനുഗ്രഹിക്കും. ആണോ? എല്ലാം കഴിഞ്ഞല്ലേ? ആ, അത് മതി. എന്തെങ്കിലും കാരണവശാൽ അത് മുടങ്ങുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. താങ്ക്സ്. നിങ്ങൾ ചെയ്തുതന്ന എല്ലാ ഉപകാരത്തിനും ഒരുപാട് താങ്ക്സ്. ആ, അറിയാം. ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങളെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ. ഓക്കെ, നമുക്ക് കാണാം. അച്ഛാ, ധ്യാനത്തിലിരുന്നൊക്കെ മതി. അവര് പൂജകളൊക്കെ പൂർത്തിയാക്കി. എന്താ പറഞ്ഞത്? അവര് പൂജ പൂർത്തിയാക്കിയെന്നോ? ധനുഷിനോട് ആരാ ഇത് പറഞ്ഞത്? എന്റെ ചില സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. അപ്പോ ഞാൻ ഇത്രയും നേരം പ്രാർത്ഥനയിൽ ഇരുന്നത് വെറുതെ ആയില്ല. ഈശ്വര, നീ രക്ഷിച്ചു. എന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ മക്കളെ? പ്രാർത്ഥനയുടെ ശക്തി മാത്രമല്ല അവരെ രക്ഷിച്ചത്. ആണോ ധനുഷേ? അത് പിന്നെ അർച്ചനയ്ക്ക് അതിനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് എല്ലാം ഭംഗിയായി നടന്നു. നിങ്ങൾ സംസാരിക്ക്. ഞാൻ ഈ വിവരം മാഷിനെ വിളിച്ചൊന്ന് പറയട്ടെ. അവരും ഇപ്പൊ വിവരമൊന്നും അറിയാതെ കാത്തിരിക്കാവും. സത്യം പറ ധനുഷേ, എന്തൊക്കെയാ സംഭവിച്ചത്? അവർക്കൊരു അപകടവും സംഭവിക്കാതെയാണോ മുകളിലെത്തിയത്? അത്ര ഈസി ആയിട്ട് അവർക്ക് ഈ വഴിപാടൊക്കെ ചെയ്യാൻ സാധിച്ചോ?
കുഞ്ഞു കരയുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. സത്യത്തിൽ ഇപ്പോഴാണ് ഞാൻ സന്തോഷം എന്താണെന്ന് അറിയുന്നത്. ഇതുവരെ ഞാൻ സന്തോഷമാണെന്ന് വിചാരിച്ച ഒന്നും സന്തോഷമായിരുന്നില്ല. നല്ലതിനു വേണ്ടിയാണെന്ന് കരുതി ചെയ്തതൊന്നും നല്ലതായിരുന്നില്ല. ശരിക്കും ഇപ്പോഴാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയത്, അതും അർച്ചനയ്ക്ക് വേണ്ടി. ഇത് ചെയ്യാൻ പറ്റിയതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു മോളെ യാത്ര? അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ദേഹം ആകെ വേദനിച്ചിട്ട് വയ്യ. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അവന്തിക്ക് എന്തു പറ്റി? നല്ല ദേഷ്യത്തിലാണല്ലോ പോയത്. അതിന് കാരണമുണ്ട് അച്ഛാ. ഏട്ടത്തിക്ക് പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതെന്താ അങ്ങനെ സംഭവിച്ചത്? നേരത്തെ പറഞ്ഞില്ല അച്ഛാ, നമ്മൾ ആഗ്രഹിച്ച മാത്രം അവിടെ പോയി വഴിപാടുകളോ പൂജയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെ ഇരിക്കുന്ന ദൈവം തന്നെ തീരുമാനിക്കണം. എന്തായാലും നിങ്ങൾക്ക് പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ. മല കയറി മുകളിലെത്തുന്നത് വരെ ഒരുപാട് കഷ്ടപ്പെട്ടച്ച. പ്രതിസന്ധികളും ഒരുപാടുണ്ടായി. എന്നാലും ഈശ്വരൻ ഞങ്ങൾക്കൊപ്പം നിന്നു. വിചാരിച്ചതുപോലെ തന്നെ എല്ലാ പൂജകളും നടത്താനും പ്രാർത്ഥിക്കാനും പറ്റി. എന്തായാലും യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നല്ലേ, പൂജാമുറിക്ക് മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞിട്ട് വേണം മുറിയിലേക്ക് പോകാൻ. ശരി അച്ഛാ. എന്റെ തോൽവി കണ്ട് സന്തോഷിക്കുക നിങ്ങൾ അല്ലേ? തോൽക്കാൻ തീരുമാനിച്ചവരെ ജയിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. യഥാർത്ഥത്തിൽ നീ ആ മല കയറാൻ പോയത് എന്തിനാ? ഭക്തി കൊണ്ടുപോയതാണോ? നിനക്ക് അവിടെ പോകാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നു? അർച്ചനയ്ക്കും സച്ചിക്കും കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള വഴിപാട് നടത്താനാണ് അവരവിടെ പോയത്. അതിന്റെ കൂടെ നീ എന്തിനാ പോയത്? നിങ്ങൾ ഒറ്റൊരാൾ കാരണ എല്ലാം നശിച്ചത്. നിങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ വഴിപാടുകളെല്ലാം പൂർത്തിയാക്കാൻ പറ്റുമായിരുന്നു. സച്ചി കൂടെ ഉണ്ടായതുകൊണ്ട് അർച്ചനയ്ക്ക് അത് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾക്കറിയോ, അവസാനം നടക്കാൻ വയ്യാതെ വീണുപോയ അർച്ചനെ എടുത്തോണ്ടാ സച്ചി ആ മല കയറി തീർത്തത്. ഓ അത് ശരി. അപ്പോ ഞാനും നിന്നെ എടുത്തോണ്ട് മല കയറണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിന്റെ കൂടെ ഒരുമിച്ചൊന്നും നടക്കാൻ പോലും താല്പര്യമില്ലാത്തളാ ഞാൻ. പിന്നല്ലേ നിന്നെ എടുത്തോണ്ട് മല കയറുന്നത്? നന്ദേട്ടാ, കഴിഞ്ഞു പോയതെല്ലാം നന്ദേട്ടൻ മറക്കണം. ഞാൻ നന്ദേട്ടനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, സത്യ. പക്ഷേ ഈ വീടിന്റെ മരുമകളായി മുന്നോട്ട് ജീവിക്കാൻ നന്ദേട്ടൻ എന്റെ കൂടെ നിൽക്കണം. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കുഞ്ഞു വേണം. അങ്ങനെയാണെങ്കിൽ അർച്ചന ചെയ്തതുപോലെ ഏതെങ്കിലും കുഞ്ഞിനെ പോയി നീ അഡോപ്റ്റ് ചെയ്യും. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. നമ്മൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകത്തില്ല. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും വഴിക്ക് വിട്ടാ പിന്നെ ഈ വീട്ടിൽ ഞാനാരാ? എന്താ എനിക്കിവിടെയുള്ള സ്ഥാനം? നിനക്ക് സ്ഥാനം കിട്ടാത്ത ഒരിടത്ത് നീ എന്തിനു പിടിച്ചു നിൽക്കണം? എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പൊക്കൂടെ? ഞാൻ എങ്ങോട്ട് പോണെന്നാ നന്ദേട്ടൻ പറയുന്നേ? നിനക്ക് എങ്ങോട്ട് വേണേലും പോവാം.
അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവെന്നുള്ള അവകാശം കൊണ്ട് ചോദിക്കുക. ഇത്രയും നാൾ എന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടിയ ഒരു ഭാരം എടുത്തു മാറ്റാൻ വേണ്ടി ചോദിക്കുക. എന്താ നന്ദേട്ടന് വേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ സമ്മതിക്കാം. പക്ഷേ പകരം നിങ്ങളും എനിക്കൊരു കാര്യം സാധിച്ചു തരണം. എന്റെ കൂടെ ഒരു ഡോക്ടറെ കാണാൻ വരണം. അതിനു മുമ്പ് നീ ഈ ഫയലിലൊന്ന് ഒപ്പിടണം. എന്നിട്ട് എന്റെ കൂടെ കോടതി വരെ ഒന്ന് വരണം. എന്താ ഇത്? ഇത് നമ്മൾ തമ്മിൽ വേർപിരിയുന്നതിനുള്ള ഡൈവേഴ്സ് പെറ്റീഷനാണ്. ഞാനിതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇനി നീയും കൂടി ഒപ്പിട്ടാൽ നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. എന്റെ പേരിലുള്ള സ്വത്തുവകകൾ എന്ത് വേണമെങ്കിൽ നിനക്ക് ഞാൻ പകരമായിട്ട് എഴുതി തരാം. അങ്ങനെയെങ്കിലും നീ എന്നോട് ഇത്തിരി ദയ കാണിക്കണം. എന്റെ ജീവിതത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോണം. സഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ നിന്നെ സഹിച്ചു കഴിഞ്ഞു. പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തവർക്ക് അന്തസ്സായിട്ട് പിരിഞ്ഞു പോകാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗമാണ് ഈ ഡൈവോഴ്സ് പെറ്റീഷൻ. നിനക്ക് നിന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം. എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുമായി എൻ്റെ വഴിക്ക് ഞാനും ജീവിച്ചോട്ടെ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. പിടിക്ക്. എല്ലാം കൃത്യമായി വായിച്ചു നോക്കി സമയമെടുത്ത് ഒപ്പിട്ടാ മതി. പിടിക്ക്. ഞാൻ ഇതിലൊപ്പിടണോ അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഡൈവോഴ്സ് തരണം. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം. അപ്പൊ ഞാനോ? നീ എന്നും ജീവിച്ചത് ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാണോ? ഈ കുടുംബത്തിന് വേണ്ടിയാണോ? അതോ നിന്റെ അനിയത്തിക്ക് വേണ്ടിയാണോ? ആർക്ക് വേണ്ടിയോ അല്ല, നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം. ആരോടും സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും ഒരു കണിക പോലും ഇല്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഇന്നേ വരെ നീ ജീവിച്ചത്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടുന്ന നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നിങ്ങളുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ ഞാൻ ജീവിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും ഞാൻ നടത്തില്ല. നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? എത്രയോ നാളുകൾ നീ എന്നെ ദ്രോഹിച്ചു. എന്തൊക്കെ ചെയ്തു നീ എന്നെ? എന്നിട്ടിപ്പോഴും എന്റെ ഭാര്യ എന്ന പദവിയിൽ തന്നെയാ നീ ജീവിക്കുന്നത്. നെല്ലിശ്ശേരിയിലെ നന്ദന്റെ ഭാര്യ. ആ സ്ഥാനം എന്റെ ദാനമാണെന്ന് നീ മറക്കരുത്. അല്ലാതെ ഒരു മേൽവിലാസവും നിനക്കില്ല. പക്ഷേ എന്റെ ഭാര്യ എന്ന പേരിന്റെ മറവിലിരുന്നുകൊണ്ട് ഈ കുടുംബം തകർക്കാനും ഇവിടെയുള്ളവരെ ദ്രോഹിക്കാനും ഇനി ഞാൻ നിന്നെ സമ്മതിക്കില്ല. എന്നെ ഉപേക്ഷിച്ചിട്ട് ആരുടെ കൂടെ ജീവിക്കാനാ നിങ്ങളത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ആരുടെ കൂടെ പോയി ജീവിച്ചാലും അത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. കാരണം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ല. അങ്ങനെ നടിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കുന്നു മാത്രം. അതിനൊരു അവസാനം വേണം. എന്റെ മുന്നിൽ അതിനീ ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അച്ഛന്റെ ആഗ്രഹം അനുസരിച്ചാ ഞാനിപ്പോ മല കയറിയതും കുഞ്ഞുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചതും. അച്ഛന്റെ ആഗ്രഹം സാധിക്കാനോ? സച്ചിയുടെ അർച്ചനയുടെ യാത്ര മുടക്കാൻ വേണ്ടിയായിരിക്കും നീ അവരുടെ കൂടെ പോയത്. അവര് പോകുന്നതിലുള്ള കുശുമ്പ് പെരുത്തിട്ടായിരിക്കും നീ മല കയറിയത്. അല്ലാതെ നന്മയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ ഈ ജന്മത്ത് പ്രതീക്ഷിക്കുന്നില്ല. ദേ, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, പിരിയുമ്പോ നമുക്ക് നല്ല അന്തസ്സായിട്ടൊക്കെ പിരിയാം. അതുകൊണ്ട് ഇതിലൊപ്പിട്ടേക്ക്. അതെ, എനിക്കങ്ങനെ പിരിയാൻ ആഗ്രഹമില്ലെങ്കിലോ? ദേ, ഞാനൊരു കാര്യം പറയാം. ഇന്നലെ വരെ നമുക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഞാനല്ലാതെ മറ്റൊരു പെണ്ണ് വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? നിന്റെ എന്നല്ല, ആരുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. എന്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് നടപ്പാക്കാൻ ഇനി അധികം താമസമൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ ഒപ്പിടാം, അല്ലെങ്കിൽ ഒപ്പിടാതിരിക്കാം.
രണ്ടായാലും ഇനി എന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കില്ല. അടുത്ത ദിവസം നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോണം. അച്ഛനടുത്ത് പോയതുപോലെ വല്ല മലയിലേക്കും ആണോ? അല്ല, നിങ്ങളുടെ കുടുംബക്ഷേത്രമില്ലേ അവിടെ. എന്താ ഇപ്പൊ പ്രത്യേകിച്ച്? വെറുതെ ഒരാഗ്രഹം, നിന്നെയും കൂട്ടി അവിടെ വരെ ഒന്ന് പോകാൻ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കുഞ്ഞിനെ തരണമെന്ന് പ്രാർത്ഥിക്കാലോ. ഓഹോ, ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ മനസ്സിലുണ്ടോ? പിന്നെ താൻ എന്ത് വിചാരിച്ചു? ഞാനൊരു മൂരാച്ചിയാണെന്നോ? ഏയ്, അങ്ങനല്ലെന്ന് എനിക്കറിയാം. ആ, അവിടെ പോയി മുത്തിയമ്മയ്ക്ക് കരിവളയും തൊട്ടിലും പൊട്ടും വിളക്കും എല്ലാം വാങ്ങി വെക്കണം. രണ്ടുപേരും കൂടെ നല്ല ജോലിയിലാണല്ലോ. ഇതൊക്കെ ഞാൻ ചെയ്തോളാന്ന് ഇവളോട് പറഞ്ഞതാ, പക്ഷെ കേൾക്കണ്ടേ? എന്ത് ചെയ്താലും അതിന്റെ അറ്റത്ത് ഇതുപോലെ വന്നേക്കും. ഞാൻ ധനുഷിനോടൊരു നന്ദി പറയാൻ വന്നതാ. എന്തിന്? ധനുഷ് പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ഒരു കുഴപ്പവും കൂടാതെ അച്ചുചേച്ചി നേർച്ചകളെല്ലാം പൂർത്തിയാക്കി. ധനുഷ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ചേച്ചിക്കും സച്ചേട്ടനും അതൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അതിന് ധനുഷ് എന്ത് ചെയ്തു? അതെ അതെ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. കഷ്ടപ്പെട്ട് അവര് മല കയറി ചെന്ന് വഴിപാടുകളൊക്കെ നടത്തി. അതില് ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്ത കാര്യങ്ങളുടെ ഒന്നും ക്രെഡിറ്റ് ധനുഷിന് ആവശ്യമില്ലായിരിക്കും. പക്ഷേ സത്യം എന്താണെന്ന് എനിക്കറിയാം. സ്നേഹേ, നിനക്കറിയാത്തതുകൊണ്ടാ. അച്ചുചേച്ചി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് ധനുഷ് എനിക്കൊരു വാക്ക് തന്നിരുന്നു. എന്ത് വാക്ക്? തടസ്സങ്ങളൊന്നും കൂടാതെ വഴിപാടുകളെല്ലാം നടത്തി വരാൻ ധനുഷ് സഹായിക്കാന്ന്. പറഞ്ഞ വാക്ക് ധനുഷ് പാലിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടെ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് അവർക്ക് ക്ഷേത്രത്തിൽ പോവാൻ എന്ത് തടസ്സം ഉണ്ടായിരുന്നേ? ആ തടസ്സം എന്തായിരുന്നെന്ന് ധനുഷിനറിയാം. അത് മാറ്റിയതും ധനുഷ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്ക്സ് ധനുഷ്. സമയം പോലെ ധനുഷ് അത് സ്നേഹിക്കുന്ന പറഞ്ഞു കൊടുത്താൽ മതി. എന്നാ ശരി, നിങ്ങളുടെ ജോലി നടക്കട്ടെ. ധനുഷേ, സത്യം പറ, നീ എന്താ ചെയ്തേ? അർച്ചനടുത്തേക്ക് മല കയറി വഴിപാട് നടത്താൻ എന്തായിരുന്നു തടസ്സം? അവന്തിക തന്നെയായിരുന്നു ആ തടസ്സം. ധനുഷ് എങ്ങനെയാ ആ തടസ്സം മാറ്റി? ഒരു ചെറിയ ഡോസ് കൊടുത്തു. അതോടെ അർച്ചനയ്ക്ക് മുൻപിലെ എല്ലാ തടസ്സങ്ങളും മാറി. അത് ശരി, അപ്പൊ അതായിരുന്നല്ലേ ടെൻഷൻ അടിച്ച് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. നിനക്ക് ഓർമ്മയില്ലേ, നീ ചിക്കൻ ബോക്സ് വന്ന് ഇവിടെ കഷ്ടപ്പെട്ട സമയത്ത് അർച്ചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ സഹായത്തിന്. അവർക്ക് വേണ്ടി നമ്മൾ എത്രയെങ്കിലും ചെയ്യണ്ടേ? അർച്ചനടുത്തേക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും മതിയാവില്ല. അത്രയ്ക്ക് ദയ എന്നോട് കാണിച്ചത്. ഈ ജന്മത്ത് എനിക്കത് മറക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് എനിക്കൊരു പുതിയ ശത്രു ഉണ്ടായി. ആര്? അവന്തിക. ഇതുവരെ അർച്ചനയെ സഹായിച്ചത് ഞാനാണെന്ന് അവന്തിക മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവന്തിക എനിക്ക് നേരെ തിരിയും. നിനക്ക് ഞാനൊരു മുന്നറിയിപ്പ് തരികയാണ്. ഓരോ നിമിഷവും നീ സൂക്ഷിക്കണം. അവന്തിക അപകടകാരിയാ. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിനെ അവൾ അപകടപ്പെടുത്താൻ ശ്രമിച്ചെന്ന് വരും. എന്നാ അന്ന് ഞാൻ അവരെ കൊല്ലും. നീ കൊല്ലേണ്ടി വരില്ല.
മിക്കവാറും അവന്തികയുടെ മരണം സംഭവിക്കാൻ പോകുന്നത് എൻ്റെ കൈകൊണ്ടായിരിക്കും. എൻ്റെ കുഞ്ഞിനെ തൊടാൻ അവൾ ശ്രമിച്ച അവളുടെ ജീവൻ ഞാൻ എടുത്തിരിക്കും.